ഹലോ, വെൽക്കം ടു മൈ ട്യൂട്ടർ കേരള. 26 ദിവസങ്ങൾ കൊണ്ട് 2600 ഇംഗ്ലീഷ് വാക്കുകൾ മനഃപ്പാഠമാക്കാമെന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിച്ച് ആക്റ്റീവ് റീകാളിംഗ്, സ്പേസ്ഡ് റെപ്പറ്റീഷൻ തുടങ്ങിയ നൂതന പഠന മാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ ഈ കോഴ്സ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം വിശദീകരിക്കുക എന്നതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ആപ്ലിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ള വാക്കുകൾ കാണിക്കുന്നത്. ഒരു സമയം ഒരു ഇംഗ്ലീഷ് വാക്ക് മാത്രമാണ് നമുക്ക് മുന്നിൽ ഫ്ലാഷ് ആയിട്ട് വരികയുള്ളൂ. സ്ക്രീനിൽ കാണുന്ന ഫെലിസിറ്റേറ്റ് എന്ന വാക്കാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. ഈ വാക്കിൻ്റെ പ്രൊനൗൺസിയേഷനും അതുപോലെ ഈ വാക്കിൻ്റെ മലയാള അർത്ഥവും നമുക്കറിയുമോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഷോ ആൻസർ എന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ ഫെലിസിറ്റേറ്റ് എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം അഭിനന്ദിക്കുക എന്ന വാക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിന് താഴെ ഈ വാക്ക് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസും അതിൻ്റെ മീനിങ്ങും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഫെലിസിറ്റേറ്റ് എന്ന വാക്കിൻ്റെ തൊട്ടടുത്തായി ഒരു പ്ലേ ബട്ടൺ കാണാവുന്നതാണ്. ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫെലിസിറ്റേറ്റ് എന്ന വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാവുന്നതാണ്. ഇവിടെ സ്ക്രീനിന് ഏറ്റവും ചുവടെയായി 4 പുതിയ ഓപ്ഷനുകൾ നമുക്ക് കാണാവുന്നതാണ്. എഗെയിൻ, ഹാർഡ്, ഗുഡ്, ഈസി എന്നിവയാണവ. ഇതിൽ എഗൈൻ എന്ന ബട്ടൺ നാം ക്ലിക്ക് ചെയ്താൽ ഫെലിസിറ്റേറ്റ് എന്ന വാക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ വീണ്ടും അത് റിവിഷനായി വരുന്നതായിരിക്കും. അതുപോലെ ഹാർഡ് എന്നാണ് നാം ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വാക്ക് 6 മിനിറ്റിനുള്ളിൽ വീണ്ടും അത് റിവിഷനായി വരുന്നതായിരിക്കും. അതുപോലെ ഗുഡ് എന്നാണ് നാം ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വാക്ക് 10 മിനിറ്റിനുള്ളിൽ വീണ്ടും അത് റിവിഷനായി വരുന്നതായിരിക്കും. എന്നാൽ ഈസി എന്നാണ് നാം ക്ലിക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ വാക്ക് 4 ദിവസത്തിന് ശേഷമാണ് വീണ്ടും നമുക്ക് മുന്നിൽ റിവിഷനായി വരികയുള്ളൂ. ഇനി ഈ 4 ഓപ്ഷനുകൾ എപ്പോഴെല്ലാമാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫെലിസിറ്റേറ്റ് എന്ന ഈ വാക്കിൻ്റെ അർത്ഥം ഒട്ടും തന്നെ എനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യേണ്ടത് എഗൈൻ എന്നുള്ള ഈ ബട്ടണാണ്. അങ്ങനെ എഗൈൻ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെലിസിറ്റേറ്റ് എന്ന ഈ വാക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ മുന്നിൽ വീണ്ടും അത് റിവിഷനായി വരുന്നതായിരിക്കും. എന്നാൽ ഈ വാക്കിൻ്റെ അർത്ഥം പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യേണ്ടത് ഹാർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാക്ക് 6 മിനിറ്റിനുള്ളിൽ വീണ്ടും എൻ്റെ മുന്നിൽ അത് റിവിഷനായി വരുന്നതായിരിക്കും. എന്നാൽ ഫെലിസിറ്റേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്കറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യേണ്ടത് ഗുഡ് എന്നുള്ള ഈ ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റിന് മുന്നേ അത് വീണ്ടും എൻ്റെ മുന്നിൽ റിവിഷനായി വരുന്നതായിരിക്കും. എന്നാൽ ഈ വാക്ക് നല്ലതുപോലെ എനിക്ക് മനഃപ്പാഠമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യേണ്ടത് ഈസി എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്. ഈസി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസത്തിന് ശേഷമാണ് വീണ്ടും ഈ ഒരു വാക്ക് എൻ്റെ മുന്നിൽ റിവിഷനായി വരികയുള്ളൂ. ഇതുപോലെ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുള്ള ഈ വാക്ക് എത്ര കണ്ട് നമുക്ക് ഈസിയാണ് അല്ലെങ്കിൽ എത്ര കണ്ട് നമുക്ക് പ്രയാസമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് താഴെ നൽകിയിട്ടുള്ള ഈ 4 ഓപ്ഷനുകൾ നാം സെലക്ട് ചെയ്യേണ്ടത്. ഫെലിസിറ്റേറ്റ് എന്ന വാക്കിൻ്റെ മലയാള അർത്ഥമായിട്ടുള്ള അഭിനന്ദിക്കുക എന്നത് എനിക്കൊട്ടും തന്നെ അറിയാത്തത് കൊണ്ട് ഞാനിവിടെ എഗൈൻ എന്നുള്ള ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ അടുത്ത വാക്ക് വന്നിട്ടുള്ളത് കൺഫസ് എന്നുള്ളതാണ്. ഈ വാക്കിൻ്റെ മലയാള അർത്ഥം നമുക്കറിയുമോ ഇല്ലേ എന്നുള്ളത് നാം സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഷോ ആൻസർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൺഫസ് എന്ന വാക്കിൻ്റെ പ്രൊനൗൺസിയേഷനും അതുപോലെ അതിൻ്റെ അർത്ഥം വന്നിട്ടുണ്ട്. തൊട്ട് താഴെ ഇത് വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസും വന്നിട്ടുണ്ട്. കൺഫസ് എന്ന വാക്കിൻ്റെ അർത്ഥം സമ്മതിക്കുക എന്നുള്ളതാണ്. ഈ വാക്കിൻ്റെ മലയാള അർത്ഥം എനിക്കൊട്ടും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എഗൈൻ എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ ഫെലിസിറ്റേറ്റ് എന്ന പദം വീണ്ടും നമ്മുടെ മുന്നിൽ ഫ്ലാഷായി വന്നിട്ടുണ്ട്. തൊട്ടു മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള പദമാണ്, എന്നാൽ ഇതിൻ്റെ അർത്ഥം എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഷോ ആൻസർ എന്ന് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഫെലിസിറ്റേറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം വന്നിട്ടുണ്ട് അഭിനന്ദിക്കുക എന്നുള്ളതാണ്. ഈ പദത്തിൻ്റെ അർത്ഥം എനിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ എഗൈൻ എന്ന് വീണ്ടും പ്രസ് ചെയ്യുകയാണ്. ഇവിടെ കൺഫസ് എന്ന വാക്ക് വീണ്ടും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ വാക്കിൻ്റെ അർത്ഥം തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എന്നാൽ എനിക്കത് ഓർമ്മയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഷോ ആൻസർ എന്ന് സെലക്ട് ചെയ്യുന്നു. കൺഫസ് എന്ന വാക്കിൻ്റെ അർത്ഥം സമ്മതിക്കുക എന്നുള്ളതാണ്. ഈ വാക്കിൻ്റെ അർത്ഥം എനിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ എഗൈൻ എന്നുള്ള ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യുന്നു. ഫെലിസിറ്റേറ്റ് എന്നുള്ള പദമാണ് വീണ്ടും വന്നിട്ടുള്ളത്. 2ാം തവണയാണ് ഇത് നമ്മുടെ മുന്നിൽ റിവിഷനായി വരുന്നത്. ഫെലിസിറ്റേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അഭിനന്ദിക്കുക എന്നുള്ളതാണ് എന്ന് ഞാനിപ്പോൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷോ ആൻസർ എന്ന് സെലക്ട് ചെയ്ത് നോക്കുകയാണ്. ഇത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഷോ ആൻസർ സെലക്ട് ചെയ്യുന്നു. അഭിനന്ദിക്കുക എന്നുള്ളത് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തതായിട്ട് പ്രസ് ചെയ്യുന്നത് ഗുഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്. ഇവിടെ അടുത്ത വാക്ക് വന്നിട്ടുള്ളത് ഫിക്റ്റീഷ്യസ് എന്നുള്ളതാണ്. ഈ വാക്കിൻ്റെ അർത്ഥം എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഷോ ആൻസർ എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഫിക്റ്റീഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം സാങ്കല്പികമായ എന്നുള്ളതാണ്. ഈ വാക്ക് എനിക്ക് ഒട്ടും തന്നെ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ എഗൈൻ എന്നുള്ള ബട്ടണാണ് പ്രസ് ചെയ്യുന്നത്.
ഇവിടെ അടുത്ത വാക്കായി ഫ്ലാഷായി വന്നിട്ടുള്ളത് സ്ക്രീം എന്നുള്ളതാണ്. ഈ വാക്കിൻ്റെ അർത്ഥം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ഷോ ആൻസർ എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. സ്ക്രീം എന്ന വാക്കിൻ്റെ അർത്ഥം നിലവിളിക്കുക എന്നുള്ളതാണ്. എനിക്കൊട്ടും തന്നെ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ എഗൈൻ എന്നുള്ള ബട്ടനാണ് പ്രസ് ചെയ്യുന്നത്. ഇവിടെ കൺഫസ് എന്നുള്ള വാക്കാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുള്ളത്. ഈ വാക്ക് 2ാം തവണയാണ് നമ്മുടെ മുന്നിൽ റിവിഷനായി വരുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം സമ്മതിക്കുക എന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഷോ ആൻസർ എന്ന് സെലക്ട് ചെയ്യുകയാണ്. സമ്മതിക്കുക എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗുഡ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി വന്നിട്ടുള്ളത് ഫിക്റ്റീഷ്യസ് എന്നുള്ളതാണ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള വാക്കാണ്. എന്നാൽ എനിക്കിതിൻ്റെ അർത്ഥം ഓർമ്മയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഷോ ആൻസർ എന്ന് സെലക്ട് ചെയ്യുകയാണ്. ഫിക്റ്റീഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം സാങ്കല്പികമായ എന്നുള്ളതാണ്. എനിക്ക് ഒട്ടും തന്നെ അറിയാത്തത് കൊണ്ട് ഞാൻ എഗൈൻ എന്നുള്ള ബട്ടനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ അടുത്ത വാക്ക് വന്നിട്ടുള്ളത് സ്ക്രീം എന്നുള്ളതാണ്. ഈ വാക്ക് തൊട്ട് മുന്നേ നമ്മുടെ മുന്നിൽ ഫ്ലാഷായി വന്നിട്ടുള്ളതാണ്. എന്നാൽ എനിക്കതിൻ്റെ അർത്ഥം ഓർമ്മയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഷോ ആൻസർ എന്ന് ചെക്ക് ചെയ്യുകയാണ്. സ്ക്രീം എന്നാൽ നിലവിളിക്കുക എന്നുള്ളതാണ്. എനിക്കൊട്ടും തന്നെ അറിയാത്തത് കൊണ്ട് ഞാൻ എഗൈൻ എന്നുള്ള ബട്ടനാണ് പ്രസ് ചെയ്യുന്നത്. ഇവിടെ ഫിക്റ്റീഷ്യസ് എന്ന വാക്ക് 2ാം തവണയും നമുക്ക് മുന്നിൽ റിവിഷനായി വന്നിട്ടുണ്ട്. ഫിക്റ്റീഷ്യസ് എന്ന വാക്കിൻ്റെ മീന് സാങ്കല്പികമായ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഷോ ആൻസർ എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതെ, സാങ്കല്പികമായ എന്നത് കറക്റ്റായിട്ടുള്ള ഉത്തരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗുഡ് എന്നാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫ്ലാഷ് കാർഡ് കോഴ്സ് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് പ്രയാസമുള്ള വാക്കുകൾ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നിരവധി തവണ നമുക്ക് മുന്നിൽ റിവിഷനായി വരുന്നതിലൂടെ ഈസിയായിട്ട് മനഃപ്പാഠമാക്കുന്ന മെത്തേഡാണിത്. അതോടൊപ്പം നാം ഇന്ന് പഠിച്ചിട്ടുള്ള വാക്കുകൾ നാളെ അത് നമുക്ക് മുന്നിൽ റിവിഷനായി വരുന്നതാണ്. പിന്നീട് 3 ദിവസത്തിന് ശേഷം ഈ വാക്കുകൾ വീണ്ടും നമ്മുടെ മുന്നിൽ റിവിഷനായി വരുന്നു. അതിനുശേഷം 7 ദിവസത്തിന് ശേഷം ഈ വാക്കുകൾ വീണ്ടും നമുക്ക് മുന്നിൽ റിവിഷനായി വരുന്നതാണ്. ഈ രീതിയിൽ നാം ഒരിക്കൽ പഠിച്ച വാക്കുകൾ നിശ്ചിത ഇടവേളകളിൽ നമുക്ക് മുന്നിൽ റിവിഷനായി വരുന്നതിലൂടെ എത്ര പ്രയാസമുള്ള വാക്കുകളും ഈസിയായിട്ട് ലോങ് ടേം മെമ്മറിയിലേക്ക് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. എത്ര പ്രയാസമുള്ള വാക്കുകളും സാധാരണ പഠന രീതികളെ അപേക്ഷിച്ച് 10 ഇരട്ടി വേഗതയിൽ മനഃപ്പാഠമാക്കാൻ ഈ മെത്തേഡ് നമ്മെ സഹായിക്കുന്നതാണ്. ഇംഗ്ലീഷിൽ പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് പ്രായക്കാർക്കും തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ച പഠന രീതിയാണിത്. ജോയിൻ ചെയ്യൂ, ഇംഗ്ലീഷിനെ കൈപ്പിടിയിൽ ഒതുക്കൂ. ഓൾ ദി ബെസ്റ്റ്.